ഹലോ വെൽക്കം ബാക്ക് ടു അനദർ ഡെയിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ തിരക്കിട്ട് നോക്കണം എന്തെന്നറിയോ, നമ്മൾ മിനിങ്ങാന്നുണ്ടല്ലോ നമ്മൾ ചുരൽമലയിൽ അതുപോലെ പുനരധിവാസ പദ്ധതിയുടെ ഭവന പദ്ധതിയുടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് മിനിങ്ങാന്നാണ് ഇനോഗ്രേഷൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്നലെ ന്യൂസ് പേപ്പറിൽ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചിമ്പുവിന് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. കാരണം കുട്ടികൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് അതല്ലേ. അപ്പോൾ റിയലി എക്സൈറ്റഡോടെ നോക്കിയതാണ്. പക്ഷേ കുറച്ച് പോർഷൻ ഉണ്ടായില്ല കേട്ടോ, കാരണം യുദ്ധത്തിൻ്റെയൊക്കെ ആയിരുന്നു കൂടുതൽ സീൻ അതിലുണ്ടായിരുന്നത്. ഗുഡ് മോർണിംഗ്. അച്ഛടെ കുട്ടപ്പനാണ്, അച്ഛടെ കുട്ടപ്പൻ. എന്തിന് ഗുഡ് മോർണിംഗ്. ലഞ്ച് ബാഗ് മാങ്ങ പെറുക്കാൻ പോവാ അപ്പ ചേച്ചി. ഗൈസ്, ഇന്ന് മാങ്ങ കിട്ടുമോ? ശിവേച്ചി ഓടി 4 കൊണ്ടുവന്നു കേട്ടോ. പക്ഷെ കുറേ ഉണ്ടായിരുന്നു പറഞ്ഞു. ആരെയൊക്കെ പെറുക്കി കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും, നോക്കാം. എടുത്തോ. ഞാനെടുക്കാം പുസ്തകം. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ പോയാൽ ബുദ്ധിമുട്ടാണ്, ഡേഞ്ചറാവും. ഗൈസ്, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഞങ്ങൾ വേറൊരു മാവുണ്ട്, ഞങ്ങൾ അവിടെ പോയിട്ട് തുറക്കാൻ പോവാണല്ലോ. പൂ അല്ലേ അല്ലേ? യെസ്. ഈ കാണുന്ന മാവിൻ്റെ മാങ്ങയാണ് ഇപ്പം നമ്മൾ പെറുക്കാൻ പോണത്. ഓക്കേ, ഇതാ ഇവിടെ ഉണ്ടായിരുന്ന ഇടുവോ? ഓക്കെ, ഇന്ന് വേറെ ഒന്നുമില്ല, ഇന്നില്ല. നമുക്ക് കളക്ഷൻ കുറവായിരിക്കും ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ വീണടക്കുന്നുണ്ട് കേട്ടോ. അതെ, അതിൻ്റെ മേലെന്ന് വീണിട്ട് റോഡിന്ന് കേടല്ലോ. നല്ലതാ കവറിക്കിട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്തോരം മഞ്ഞ മേലെ നോക്കിയപ്പോ കവറ് കാണിക്ക്. കവർ വേണ്ട, മുഴുവൻ വേണ്ട. അതൊന്നും കുഴപ്പമില്ല. ഈ ഞങ്ങളല്ലേ എടുത്തിട്ട് ഇങ്ങനെ തൊലി പൊളിക്കുക. തൊലി പൊളിച്ചിട്ട് വെറുതെ ഇങ്ങനെ കടിച്ചിരുന്ന ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചാൽ മതി. നല്ല ഫ്രൂട്ടീന്റെ ടേസ്റ്റാ. അവൾക്ക് അതിലിടണം. ഓക്കെ, താങ്ക് യു. ഇവർക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ല, മഞ്ഞ കളർ കണ്ടാ മതി. ചേച്ചി എന്ത്? അതല്ലേ. താങ്ക് യു. അപ്പു ഗൈസ്, ഞങ്ങൾക്കിത് കുറേ മാങ്ങ കിട്ടി. മാമിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പുവാ പിടിക്കണോ? എന്താ അപ്പു ഒന്ന് സ്പീഡ് കൂടിയ? അപ്പു വീഴോ? അവിടെ ആകെ 3 കിടന്നതാ, ഒക്കെ കേടുന്നതാ. കുളിക്കണം. കുളിക്കാതെ അമ്പലത്തിൽ പോവാം. ടീച്ചറോട് എന്ത് പറയും? ടീച്ചർ ഇന്ന് ഓം ലീവാണ് എന്ന് പറയാം. ഓമിന്റെ ഫ്രണ്ട്സൊക്കെ കരയും. പാട്ട്
പാടിയേ. ആ, 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 അച്ഛമ്മയും അപ്പക്കുട്ടനും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. നമ്മളവിടെ അടുത്ത് തറവാട്ട് അമ്പലമുണ്ട്. അവർ 2-3 ദിവസം മുന്നേ പോയിരുന്ന സെയിം സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇന്ന് പറ വയ്ക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അപ്പൂസനെ അമ്മ കൊണ്ടുപോവുകയാണ്. ജിബുവിന് ഈ കാര്യം അറിയില്ല കേട്ടോ. അപ്പം ബസ്സിനാണ് അവർ പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് കുഞ്ഞമ്മേനെയൊക്കെ പിക്ക് ചെയ്യുക അവർ അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു യാത്രയപ്പാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. തൊടാൻ പാടില്ല കേട്ടോ. ഇത് എന്റെ കണ്ണപ്പ ചേച്ചി. അത് നോക്കിയപ്പോ കണ്ണച്ചിരിക്കണോക്കിയേ. കണ്ണച്ചിരിക്ക. പക്ഷെ ആയില്ല. കുഴപ്പമില്ല, അമ്മയ്ക്ക് വേണ്ട. തുടങ്ങ കണ്ണന് ഹാപ്പിയായി. ആ ആ നിർത്തുവോ? ആ നിർത്തുന്നു. കേരള സൂക്ഷിച്ച് അമ്മ പിടിച്ചോ. അപ്പു ചേച്ചിയോ തന്നെ ചാമ്പയ്ക്ക നോക്കണം. ചാമ്പയ്ക്കോ? ചാമ്പയ്ക്ക വേണോ? ചാമ്പയ്ക്ക വേണോ? ചാമ്പയ്ക്ക വേണോ? അവിടെ ചാമ്പയ്ക്ക. എങ്ങനെയാ അവിടെ പോയ വീഴും. ഇങ്ങനെ കൈകൊട്ടില്ലി കൈകൊട്ട് അപ്പണ്ടില്ല കൈകൊട്ട്. അമ്മന്ന് പൊളിച്ചിട്ടില്ലടാ, അമ്മന്ന് പൊളിച്ചിട്ടില്ലടാ, പൊളിച്ചിടാൻ പോയിട്ട്. ഈ കാണുന്ന സന്തോഷം എന്തെന്നറിയോ? ഇന്ന് കണ്ണിനൊരു 10 മണിയാകുമ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. ഒരു 2:30-2:45 വരെ ആൾ സുഖനിദ്രയായിട്ട് ഉറങ്ങി. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി ബുക്സ് കേട്ടോ. കാരണം കുറേ നേരം ഫോൺ നോക്കി ഭയങ്കര ബോറി അടിച്ചു. അപ്പോഴാണ് ഈ കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് 5 പേജ് വായിച്ചു കേട്ടോ ഞാൻ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ ഒരു ബുക്ക് റീഡിങ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇന്ന് തന്നെ എനിക്കൊരു സമയം കിട്ടിയതിന്. നമുക്കിവിടെ ആരുമില്ല. നച്ചയും ഞാനും കണ്ണനും മാത്രമേ ഉള്ളൂ. പക്ഷെ കാര്യന്നില്ല. തിരക്കല്ലേ. ഓപ്പണാക്കും അടുത്ത ഈ മാസം. അപ്പം തിരക്ക് കുറവായിരിക്കും. പിന്നെ ഇവിടെ കാണുകയില്ല. അല്ല ചേട്ടാ, പഴം വേണോ? എനിക്കുണ്ടല്ലോ വിശന്നിട്ട്. ഇവനാണെങ്കിൽ എണീക്കണില്ല. ഇവനെ പൊക്കി എണിപ്പിച്ചതാ. സോറി കേട്ടോ, 2 മണിയായിട്ടുണ്ടായിരുന്നില്ല. 1 മണി വരെ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് പറഞ്ഞപ്പം 1 മണിക്കൂർ അത് മാറിപ്പോയതാണ് കേട്ടോ. പിന്നെ അത് ഇപ്പോൾ ക്ലോക്കിൽ നോക്കിയപ്പോഴാണ്, വോയിസ് ഓവർ ചെയ്ത് ക്ലോക്കിൽ നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. അങ്ങനത്തെ കുറച്ച് നേരം ഞങ്ങൾ വിൻചേട്ടൻ്റെ അടുത്തൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. ഷീബേച്ച് ഇന്നൊരു 12:30 ആയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആരും ഇല്ല, അമ്മയും അപ്പും എത്തിയിട്ടില്ല. അപ്പം എനിക്ക് കുറച്ച് പണിയുണ്ടായിരിക്കും ഇങ്ങനെ ഷിബേച്ച് പോയി കഴിഞ്ഞാലും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലറ ചില്ലറ സംഭവങ്ങൾ. കാരണം കളിപ്പാട്ടങ്ങൾ അങ്ങനെ എടുത്ത് വയ്ക്കുക, സോഫയുടെ തുണി നേരെ ഇടുക, അതൊന്നും ഷിബേച്ച് കറക്റ്റായിട്ട് ചെയ്യാറില്ല. കാരണം ആൾക്ക് അറിയില്ല എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതൊക്കെ ഞാൻ തന്നെ ചെയ്യുക. അപ്പോൾ ആൾ പോയി കഴിഞ്ഞാലും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് എനിക്ക് ആൾ പോയി കഴിഞ്ഞാലും കുറച്ച് പണികൾ ഉണ്ടായിരിക്കും. തുണികളൊക്കെ എടുത്ത് വയ്ക്കുക, അങ്ങനെയൊക്കെ കേട്ടോ. കണ്ണൻ ഒരു ദിവസം ഇങ്ങനെ സീറ്റ് ഔട്ടിലൂടെ നടന്നു പോണ സമയത്ത് ആൾ താഴത്ത് വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ആൾ അടിപൊളിയാട്ടോ, സൂക്ഷിച്ചിറങ്ങും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ ഈ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ആളടുത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ.
ഡോക്ടർ പ്രിൻസ് ഈപ്പൻ ആക്സസ് കണ്ണാശുപത്രി സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്. പ്രസവം നിർത്തലിന് ഇനി ആശുപത്രിവാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ ഈണമിട്ട് കെ പി ബ്രഹ്മാനന്ദൻ പാടിയത്. ചിത്രം കള്ളിച്ചെല്ലമ്മ. തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20. സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ. ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35. ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്. ഭാർഗവി മേനൻ ഈ ചിത്രത്തിൽ യേശുദാസ് സുശീലയും ആരംഭിച്ചതാണ്. പി ഭാസ്കരന്റെ വരികൾ MS ബാബുരാജിന്റെ സംഗീതം. കണ്ണബേബിക്ക് ഫുഡ് കൊടുക്കാൻ ആക്ച്വലി നല്ല സുഖമാണ് കേട്ടോ. അവൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ കഴിക്കും, എല്ലാ ഫുഡും കഴിക്കും. അവനായിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാകാൻ നമ്മൾ പുല്ലിൻ്റെ കുറുക്കില്ലേ, അതായത് റാഗി കുറുക്കില്ലേ, അത് മാത്രമാണ് സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ വീട്ടിൽ എന്തുണ്ടാക്കുന്നോ അതൊക്കെ ആൾക്ക് കൊടുക്കും കേട്ടോ. എരിവ്, ഉപ്പ് ആ സംഭവങ്ങളുള്ളതൊന്ന് മാക്സിമം ഒഴിവാക്കിയിട്ട് കൊടുക്കും. ഇപ്പം നമ്മൾ തോരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് കഴുകിയിട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ഫിൽറ്റർ വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്യാറ്, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അത് ഉടച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാം. നമുക്ക് ഫുഡിന് എന്തൊക്കെയാണെന്നറിയാം. ഫുഡിന് വന്നിട്ട് ക്യൂൻവ റൈസിന് പറയും ക്യൂൻവ ഉണ്ട്. കാണുന്നില്ലല്ലേ? ഒരു കാര്യം കേൾക്കണം, ഞാൻ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഫോൺ ഓഫാക്കാൻ നോക്കുമ്പോൾ റെക്കോർഡ് ഓൺ ആക്കിയിട്ടില്ല. ഇന്ന് ലഞ്ച് എന്തെന്നറിയോ? അല്ല, ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ക്യൂൻവയുണ്ട്, കടലക്കറിയുണ്ട്, രാവിലത്തെ കപ്പയും മുതിരയും തോരനുണ്ട്. അതെ, ചെമ്മീൻ ഒരുത്ത് നോക്കി ഉണ്ടാക്കും. അവന് ഭയങ്കര ഇഷ്ടമാക്കിയുണ്ട്. പിന്നെ കിളിമീൻ വറുത്തതുണ്ട്, കുക്കുംബർ ഇരിപ്പുണ്ട്. ഇന്നത്തെ ലഞ്ച് എന്താണ് ഒരു സമയം കാണും. കണ്ണനെ ഞാൻ ഫുഡ് കൊടുക്കുന്ന സമയത്ത് കണ്ണൊരു കുഴപ്പമില്ല കേട്ടോ. നല്ല ചൂടല്ലേ? ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആകെ അവന് ക്ഷീണം, നല്ല പനി. അയ്യോ കണ്ണനെ പാലിച്ചിട്ട് ഇങ്ങനെ വിറച്ച് കിടക്കട്ടെ കണ്ണൻ. അപ്പം ബിൻചേട്ടൻ്റെ സ്നേഹം കൂടി മുത്തിനൊരു അതിന് മുച്ച് കിടക്കുന്നൊക്കെ കണ്ണതിന് ചിരി വന്നു. പനിച്ച് കിടക്കുന്ന കണ്ണൻ ചിരിച്ചിരിക്കുന്നു. വലിയ നല്ല ക്ഷീണമായിട്ട് അവൾക്ക്. അല്ലെങ്കിൽ കിളിമീൻ കഴിക്കാൻ എനിക്ക് എന്ന് യോഗം ഉണ്ടാവില്ല, സമാധാനത്തോടെ നിന്ന് കഴിക്കാൻ.
അപ്പൊ ഇത് അച്ഛ പോണു. അപ്പൊ അച്ഛത് ഓഫീസിലേക്ക് പോണ അച്ഛാ. അതാണ് കരേ കരേ. അപ്പൊ കരയേ കണ്ണു. അയ്യോ ചേച്ചി, ജിമ്മ ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുത്തേ. എന്തേന്റെ പേര്? ഡേറ്റ്സ്. ഡേറ്റ്സ് ഇങ്ങനെ സെന്ററിൽ ഇങ്ങനെ മുറിച്ചിട്ട് ബദാം അതിനിടയിൽ വെച്ച് ഇങ്ങനെ ലവിന്റെ ഷേപ്പാവും. പൂവാണോ? എന്നാ ഉറങ്ങട്ടെ. നട്ട്സ്. പീനട്ട്. വെരി ഗുഡ്. ഗായ്സ്, എനിക്ക് വിൻചേട്ടന് കുഞ്ഞി പണി തന്നിട്ടുണ്ട്. ടെറസ് ഒന്ന് അടിച്ച് വാരി ക്ലീൻ ആക്കിയിട്ട് വിൻചേട്ടൻ്റെ ഒരു സോഫയുടെ പോലത്തെ ഒരു സംഭവം ഇവിടെ ഇരിക്കുന്നത്, ഒരു കുഷ്യൻ ടൈപ്പ്. അപ്പോൾ അത് എടുത്ത് ടെറസിൽ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം കുറേ ദിവസമായി വിൻചേട്ടൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. റൂം മാത്രം അപ്പോൾ ആകെ അലമ്പ് മൈൻഡായി വരുന്നു. അപ്പോൾ പ്ലീസ് അറേഞ്ച് ഇറ്റ് ഫോർ ടുമോറോ മോർണിംഗ് എന്ന് പറഞ്ഞു. പിന്നെ അറേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ അത് ചെയ്യാൻ പോവാണ്. അപ്പം ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയിട്ട് വേണം ക്ലീൻ ആക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ കം ജോയിൻ. അങ്ങനെ ഫൈനലി നമ്മളെ ഗാർഡൻ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഇവിടെ ചെയറൊക്കെ ഇടണം എന്നുള്ള പ്ലാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷേ ഇപ്പം ഇവിടെ എല്ലാം അടിച്ചൊക്കെ കഴുകി എങ്കിലും 2-3-4 റൗണ്ട് ഇതുപോലൊക്കെ ഒന്ന് അടിച്ച് കഴുകണമായിരുന്നു. എന്നാൽ മാത്രമാണ് അത്രയ്ക്ക് നന്നായിട്ട് ക്ലീൻ ആവുള്ളൂ ഈ ഫ്ലോർ. കാരണം കുറേ നാളായിട്ട് ഇങ്ങനെ അലമ്പായിട്ടൊക്കെ കിടക്കുന്ന സ്ഥലമായിരുന്നില്ലേ. അപ്പോൾ ഒരു 3-4-5 പ്രാവശ്യം ഇതുപോലൊക്കെ കഴുകിക്കഴിഞ്ഞാലാണ് നമുക്കൊന്ന് വൃത്തിയായിട്ട് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിരിച്ചേട്ടൻ എന്നോട് ഇന്നലെ പറഞ്ഞു വിട്ടു, ഇനി എനിക്കൊന്ന് മേലൊന്ന് ടെറസ് എനിക്കൊന്ന് സെറ്റ് ചെയ്ത് തരും. കാരണം ഇപ്പം ഓഫീസിൽ നമുക്ക് ഈ 22nd 23rd ഒക്കെ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഫൈനലി എൻ്റെ ഭഗവാൻ, എത്ര വർഷങ്ങൾക്ക് ശേഷം ഫൈനലി പൂജയൊക്കെ കഴിഞ്ഞു എങ്കിലും നമ്മൾ ഓഫീസ് റൺ ചെയ്യുന്ന കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ളൊരു ഡേയ്സാണ് ഇപ്പോൾ വിരിച്ചേട്ടൻ്റെ ഈ ഒരു ടിൽ ഓഫീസ് ഓപ്പൺ ആക്കുന്നത് വരെ. അപ്പം നല്ല ടെൻഷൻ എന്ന് വെച്ചാൽ നല്ല ടെൻഷനാണ്. ഫണ്ടും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. പക്ഷേ ഒരു ഇപ്പോഴത്തെ ഈ ഒരു കുറച്ച് നാളത്തെ ഈ ടൈം എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ ടൈമാണ് വിൻചേട്ടന്. അപ്പോൾ എപ്പോഴും ഈ റൂമിലിരുന്നുകൊണ്ടേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റൂമിലാണ്, രാത്രി റൂമിലാണ്, ഇടയ്ക്കൊന്ന് ചായ കുടിക്കാനൊക്കെ പോകും. അപ്പം ഞാൻ ആക്ച്വലി ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ഈ വിൻചേട്ടൻ ഇതിനിടയ്ക്ക് ഇങ്ങനെ ചായ കുടിക്കാൻ പോകുന്നു, ഞാനിവിടെ ചായ ഉണ്ടാക്കി കൊടുക്കില്ലേ. പക്ഷേ അതിൻ്റെ ആ ഒരു ചായ കുടിക്കാൻ പുറത്ത് ചായ കുടിക്കാൻ പോകുന്നതിൻ്റെ മൂല്യം എനിക്ക് ഇപ്പോഴാണത് മനസ്സിലാവുന്നത് കേട്ടോ. കാരണം ഞാൻ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വിൻചേട്ടനൊന്ന് ഇടയ്ക്ക് തന്നെ ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് പോകും ചായ കുടിക്കാനൊക്കെ കൊണ്ടുപോകുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ആക്ച്വലി ഒരു മൂല്യം മനസ്സിലായത്. എത്രത്തോളം ആക്ച്വലി ഒരു റിലീഫാണെന്നറിയോ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഒരു ചായ കുടിച്ച് കുറച്ച് നേരം ഒന്ന് മൈൻഡ് സെറ്റാക്കി തിരിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു മൂഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേട്ടനോട് പറഞ്ഞത്, എടി നീ ഒന്ന് എനിക്ക് ടെറസ് ഒന്ന് റെഡിയാക്കി. അവിടെ ഒരു കുഷ്യൻ പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് റെഡിയാക്കാൻ പറഞ്ഞു. ആക്ച്വലി അത് ഇവിടെ ഉണ്ടായിരുന്നതാണ് ടെറസിൽ. പക്ഷേ ടെറസൊക്കെ ആകെ അലമ്പായി കിടന്ന് പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഞാൻ പോയി കഴിഞ്ഞ് പിന്നെ അതൊന്നും ആരും നോക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ആകെ അതൊക്കെ ഇങ്ങനെ ഡംപ് ചെയ്തിട്ട് ഒരു സൈഡിൽ വെച്ചിരിക്കുക. നമ്മുടെ ടെറസിൻ്റെ ഈ ഭാഗം മാത്രമാണ് ക്ലീൻ കേട്ടോ. അപ്പുറത്തെ സൈഡ് വമ്പൻ അലമ്പാണ്. കുറേ സാധനങ്ങൾ നമ്മൾ ഓഫീസൊക്കെ ക്ലോസ് ആക്കിയ സമയത്ത് കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഓഫീസിൽ. ടേബിൾസ്, ഈ വുഡൻ ടേബിൾസും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ മേലെ ഒരു റൂമാണ് നമ്മൾ കിടക്കുന്ന റൂം, അല്ലാതെ മറ്റേ റൂമിൽ വന്നിട്ട് വേറെ കുറേ ഡംപ് സാധനങ്ങളാണ്. കാരണം സിസ്റ്റംസ് കുറേ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കുറേ 2-3 ടേബിളുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. വിൻചേട്ടൻ്റെയാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞ സംഭവം ഈ സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെ മുക്കാൽ ഭാഗം ഓഫീസിലെ സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ പജീറോൻ്റെ ഉള്ളിലുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ച തെർമോക്കോളൊക്കെ വിൻചേട്ടൻ്റെ തന്നെയാണ്, ഒക്കെ പഴയതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ആ വുഡൻ്റെ സംഭവങ്ങൾ കണ്ടില്ലേ, നമുക്കൊരു ഡോഗ് ഉണ്ടായിരുന്നു ഹാച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് നിറയെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ആ കുട്ടികളൊക്കെ വരാതിരിക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ ക്രോസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ചുമരിൻ്റെ അറ്റം തൊട്ട് ഇപ്പുറത്തെ അറ്റം വരെ ഇങ്ങനെ ക്രോസ് വെച്ചിരിക്കുകയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കുഷൻ കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച ആ വുഡൻ സംഭവങ്ങളാണ് അവിടെ കുറേ ഇരിക്കുന്നത്. അപ്പോൾ ആകലമ്പാണ്, ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. കുറച്ചും കൂടെ പണികൾ എനിക്ക് വീട്ടിൽ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഹോം ടൂറും ചെയ്യാം കേട്ടോ. കുറച്ച് പേരോട് കമൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ സന്ധ്യയായി. കണ്ണൻ ബേബിക്കാണെന്നുണ്ടെങ്കിൽ ചെറുതായി പനിക്കുന്നുണ്ട്. അമ്മ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നീ അവിടെ എന്ത് ചെയ്യാണ് എന്നൊക്കെ ചോദിച്ചിട്ട്, കണ്ണന് മരുന്ന് കൊടുക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ എനിക്ക് വിൻചേട്ടൻ്റെ കാര്യം കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വേറെ സമയം കിട്ടില്ല, നാളെ രാവിലത്തേക്ക് എന്നോട് സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ എങ്കിലും ആൾക്കൊരു ആശ്വാസം കിട്ടുന്നൊരു സംഭവം, അത്രയും ഹാപ്പി ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇച്ചിരി എഫേർട്ട് എടുക്കാം അല്ലേ. അപ്പോൾ കണ്ണൻ എന്തായാലും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാലും അതൊരു കുഞ്ഞിപ്പനിയാണ്. എനിക്ക് തോന്നുന്നു ഗ്രഹണിപ്പനി എന്നൊക്കെ പറഞ്ഞ് കേൾക്കില്ലേ, അങ്ങനത്തെ ഒരു പനിയാണ്. ഒരു നേരമൊക്കെ പനിക്കും മരുന്ന് കൊടുക്കുമ്പോൾ അങ്ങനെ നിൽക്കും കേട്ടോ, അങ്ങനത്തെ ഒരു പനിയാണ്. അങ്ങനത്തെ ഞാൻ ചെടികൾ നനയ്ക്കേണ്ടായിരുന്നു, അതൊക്കെ നനച്ചു. നല്ല രസം, നല്ലൊരു വൈബാണ് കേട്ടോ. ഇനി എനിക്ക് റെഡ് ഓക്സൈഡും കൂടി ഇടാനുള്ള ഒരു പ്ലാൻ ഉണ്ട് നമ്മളെ ഈ ടെറസിൽ. അപ്പം ഏകദേശമൊക്കെ സെറ്റാവും എനിക്ക് എൻ്റെ ടെറസ് ഗാർഡൻ. കാരണം ഒരു വീട്ടിൽ ഇങ്ങനത്തെ എവിടെയെങ്കിലും ഒരു കോർണർ നമുക്ക് ഉള്ളത് നല്ലതാണ്. ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് കുറച്ച് നേരം പോയി ഇരിക്കാൻ, കുറച്ച് റിലാക്സ് ചെയ്തിരിക്കാൻ അടിപൊളിയല്ല ആക്ച്വലി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് നാളെ വേറെ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.